ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഞാനിത്തിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത്തിരി ജീരകശാല കൈമ അരി എന്നൊക്കെ പറയില്ല, അതാണ്. അത് ഞാനൊരു ഗ്ലാസ് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഞാനിത്തിരി മുന്തിരി, കറുത്ത മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൈസ് ഇതാ ഞാൻ വേവിച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. റൈസ് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാകത്തിന് ആണ് വെന്തട്ടത് ഉള്ളത്. പിന്നെ ഇത്തിരി മല്ലിയിലയും ആഫ്രിക്കൻ മല്ലിയിലേക്ക് അരി വെച്ചിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചുള, വലിയൊരു ചുള വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായും കൂടി ഞാൻ ഒന്ന് തൊലി കളഞ്ഞിട്ട് ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചോറിട്ട് ഇളക്കുന്നത്, അത്രേ ഉള്ളൂ. എൻ്റെ രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഒരല്പം പഞ്ചസാരയും കൂടി ഇടും ലാസ്റ്റ്. ഇത് മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. സവാള നന്നായി മൂത്തു കേട്ടോ. അപ്പം ഞാനിത്തിരി മല്ലിയില ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് കൂടി ഇട്ടു. ആദ്യം ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതാ നെയ്യ് തീരാറായി, ഇത്തിരി കൂടിയുള്ള നെയ്യ്. ഇതാണ് നെയ്യ്. ഇത് ഞാൻ തന്നെ ഒരുക്കിയ നെയ്യ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അത് നല്ല ടേസ്റ്റ് കൂടും. ഇനി ഞാനിതിലേക്ക് ചോറിടാൻ പോവുകയാണ്. എനിക്കൊരു കൈ കൊണ്ട് പറ്റാത്ത കാരണം ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കും കേട്ടോ. എല്ലാം സെറ്റാക്കിയിട്ട് കാണിക്കാം. ഓക്കെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണമാതിരി ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. കെട്ടാതെയാണ് ഇത്. കുറച്ച് നേരമായി ഞാനിത് വാർത്ത് വെക്കുക ചെയ്തേട്ടോ. ഞാൻ വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഒരു ബേ ലീഫ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ബേ ലീഫ് എടുത്ത് കളഞ്ഞു. പിന്നെ ചോറ് തന്നെ നിങ്ങളുടെ തട്ടി. ഇനിയൊന്നുമില്ല, ഇതൊന്ന് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞു. പിന്നെ ഞാൻ ചിക്കൻ ഇന്നലെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ ബാക്കിയുണ്ട്, അതും കൂടിയാണ് ഞങ്ങൾ അത് കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ സാലഡ് ഉണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. മതിയല്ലോ, അത് മതി. ഭയങ്കര സന്തോഷത്തിലാണ്. മല്ലിയില കൂടി ഇട്ടു. അപ്പോൾ ഇതാ ഞാൻ ദമ്മിടാൻ വെച്ചിട്ടുണ്ട്. കാഷ്യൂ ഇട്ടിട്ടുണ്ട്. 2 എഗ്ഗും വെച്ചിട്ടുണ്ട്. ദമ്മിടുന്നത് നല്ല കട്ടിയുള്ള ദോശക്കല്ലുണ്ട്. ഇതാ കണ്ടില്ലേ, ദോശക്കല്ല്. ഈ ദോശക്കല്ലിലാണ് ഞാൻ ദമ്മിടുന്നത്. നല്ല ചൂടാണിത്. അയണിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് നല്ല ചൂടാവും, നല്ല കട്ടിയാണ്. അത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഞാൻ ദമ്മിടുന്നത് കേട്ടോ. അടച്ചു വയ്ക്കട്ടെ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോർമാലിറ്റീസ് പറയണ്ടല്ലോ. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.